നമുക്ക് അടുത്ത ചോദ്യം ചെയ്യാം. ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് വൺ, റൈറ്റ് ദ സ്ട്രക്ചേഴ്സ് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്. താഴെ കുറെ കോമ്പൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ സ്ട്രക്ചർ എഴുതുക. IUPAC നെയിമിൽ നിന്ന് സ്ട്രക്ചർ എഴുതുകയാണ് വേണ്ടത്. അപ്പൊ ആദ്യത്തെയാണ് ആൽഫ മെത്തോക്സി പ്രൊപ്പിയോൺ ആൽഡിഹൈഡ്. ആൽഫ മെത്തോക്സി പ്രൊപ്പിയോൺ ആൽഡിഹൈഡ്. അപ്പൊ നമുക്ക് നോക്കാം. പ്രൊപ്പിയോൺ ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ അറിയാം 3 കാർബൺ വരുന്ന ആൽഡിഹൈഡ് ആണ് അല്ലെ. അപ്പം 1 2 3 ആൽഫ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള കാർബണിന്റെ തൊട്ടടുത്ത കാർബൺ ആണ് ആൽഫ കാർബൺ. അവിടെ എന്തുണ്ടെന്നാ പറഞ്ഞേ? മെത്തോക്സി OCH3 ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ആൽഫ മെത്തോക്സി പ്രൊപ്പിയോൺ ആൽഡിഹൈഡ്. ബാക്കി നമുക്ക് ഹൈഡ്രജൻ വെച്ചിട്ട് സാറ്റിസ്ഫൈ ചെയ്യാം. അപ്പൊ ഇതാണ് ആൽഫ മെത്തോക്സി പ്രൊപ്പിയോൺ ആൽഡിഹൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട്. ഇനി അടുത്ത കോമ്പൗണ്ട് ഏതാണ്? അടുത്ത കോമ്പൗണ്ട് ആണ് 3-ഹൈഡ്രോക്സി ബ്യൂട്ടനാൽ. ബ്യൂട്ടനാൽ എന്ന് പറയുമ്പോൾ 4 കാർബൺ വരുന്ന ഒരു കീറ്റോൺ ആണ് അല്ലെ. അപ്പൊ നമുക്ക് അതിന്റെ സ്ട്രക്ചർ നോക്കി നോക്കാം. ബ്യൂട്ടനാൽ എന്ന് പറയുമ്പോൾ 1 2 3 4 ഇതാണ് ബ്യൂട്ടനാൽ. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഒരുമിച്ച് CHO എന്ന് എഴുതിയാലും മതി. ഓക്കെ, ഇതാണ് ബ്യൂട്ടനാൽ. പിന്നെ എന്താണ്? അതിലെ 3ാമത്തെ കാർബണിൽ ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉണ്ട്. ഇവിടുന്ന് നമ്പർ ചെയ്യുമ്പോൾ 1 2 3. ഇവിടെ ഒരു OH ഗ്രൂപ്പ് ഉണ്ട്. 3-ഹൈഡ്രോക്സി ബ്യൂട്ടനാൽ. അപ്പൊ ബാക്കി നമുക്ക് ഹൈഡ്രജൻ വെച്ചിട്ട് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ CH3 CHOH CH2 CHO. ഓക്കെ, ഇനി അടുത്ത കോമ്പൗണ്ട് എന്താണ്? 2-ഹൈഡ്രോക്സി സൈക്ലോപെന്റെയിൻ കാർബാൽഡിഹൈഡ്. അപ്പൊ നമുക്ക് അടുത്തത് 3ാമത്തെ 2-ഹൈഡ്രോക്സി സൈക്ലോപെന്റെയിൻ കാർബാൽഡിഹൈഡ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം സൈക്ലോപെന്റെയിൻ വരയ്ക്കാം. സൈക്ലോപെന്റെയിൻ കാർബാൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു CHO ഗ്രൂപ്പ് വന്നു. ഓക്കെ, ആൽഡിഹൈഡ് ആണ്, സൈക്ലോപെന്റെയിൻ കാർബാൽഡിഹൈഡ് ആണ്. അതിൽ 2ാമത്തെ കാർബണിൽ ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇതാണ് 2-ഹൈഡ്രോക്സി സൈക്ലോപെന്റെയിൻ കാർബാൽഡിഹൈഡ്. ഇനി 4ാമത്തെ നോക്കൂ, 4-ഓക്സോപെന്റനാൽ. ഫോർത്ത് വൺ ആണ് 4-ഓക്സോപെന്റനാൽ. പെന്റനാൽ എന്ന് പറയുമ്പോൾ 5 കാർബൺ വരുന്നത്. 1 2 3 4 5. അപ്പൊ 5ാമത്തെ കാർബണിൽ CHO. ഇതാണ് പെന്റനാൽ. ഇനി അതിലെന്താണ്? 4th കാർബണിൽ ഓക്സോ. അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട് O. ബാക്കിയൊക്കെ നമുക്ക് ഹൈഡ്രജൻ വെച്ചിട്ട് സാറ്റിസ്ഫൈ ചെയ്യാം. അപ്പൊ CH3 C ഡബിൾ ബോണ്ട് O CH2 CHO. ഇതാണ് 4-1-2-3-4-ഓക്സോപെന്റനാൽ എന്ന് പറയുന്ന കോമ്പൗണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഇത് തന്നെ മനസ്സിലായി. നമ്പർ ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രയോറിറ്റി ആൽഡിഹൈഡിനും പിന്നെയാണ് കീറ്റോണിന് കൊടുക്കുക. അതുകൊണ്ടാണ് കീറ്റോൺ ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് പോലെയാണ് വന്നത്. അതുകൊണ്ടാണ് ഓക്സോ എന്ന് നമ്മൾ ചേർത്തത് അല്ലെ, പ്രിഫിക്സ് ആയിട്ട് വരുമ്പോൾ ഓക്സോ. അപ്പോൾ എന്താണ്? 4-ഓക്സോപെന്റനാൽ. ഓക്കെ, ആൽഡിഹൈഡ് ആണ്. അതിൽ C ഡബിൾ ബോണ്ടോ കീറ്റോണിക് ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂവന്റ് പോലെ. അപ്പൊ അതിനെ പ്രിഫിക്സ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഓക്സോ എന്ന് വേണം കൊടുക്കാൻ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ പേര് അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി 5ാമത്തെ ഡൈ സെക്കൻഡറി ബ്യൂട്ടൈൽ കീറ്റോൺ. അപ്പൊ സെക്കൻഡറി ബ്യൂട്ടൈൽ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതുക? 1 2 3 4 കാർബൺ വരണതാണ് ബ്യൂട്ടൈൽ ഗ്രൂപ്പ്. അപ്പം ഇതിലത്തെ എല്ലാം CH3 CH2 CH3 ആണ് ബ്യൂട്ടൈൻ. അതിലത്തെ ഒരു ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ബ്യൂട്ടൈൽ ഗ്രൂപ്പ്. സെക്കൻഡറി ബ്യൂട്ടൈൽ എന്ന് പറയുമ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുള്ള കാർബൺ മറ്റ് 2 കാർബൺ ആറ്റംസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് സെക്കൻഡറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നാണ് കണക്ഷൻ പോണത്. ഇവിടെ ഒരു CH3 വന്നു. അപ്പോൾ അതായത് ഇവിടെ കാർബൺ, ഇവിടെ ഒരു CH3. ഇപ്പം നോക്കുമ്പോൾ 4 കാർബൺ ആറ്റംസ് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്നാണ് കണക്ഷൻ പോവുക. അപ്പോൾ ഇവിടെ ഈ കാർബൺ എന്ന് പറയുന്നത് സെക്കൻഡറി കാർബൺ ആണ്. അപ്പോൾ സെക്കൻഡറി ബ്യൂട്ടൈൽ ആണ്. ഡൈ സെക്കൻഡറി ബ്യൂട്ടൈൽ കീറ്റോൺ ആണ്. അപ്പോൾ കീറ്റോൺ എന്ന് പറയുമ്പോൾ ഒരു C ഡബിൾ ബോണ്ടോ ഉണ്ട്. അപ്പോൾ അവിടെയും ഇതേപോലെ CH3 CH2 CH3 എന്ന് വരും. ഇനി 6ാമത്തെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? അടുത്തത്
4 ഫ്ലൂറോ അസറ്റോഫീനോൺ ആണ്. അപ്പൊ അസറ്റോഫീനോൺ എന്ന് പറയുമ്പോൾ COCH3 ആണ് അസറ്റോഫീനോൺ. അതിലത്തെ 4th കാർബണിൽ ഫ്ലൂറോ വരുമ്പോൾ 4 ഫ്ലൂറോ അസറ്റോഫീനോൺ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. റൈറ്റ് ദ സ്ട്രക്ചേഴ്സ് ഓഫ് പ്രോഡക്ട്സ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ നടന്നിട്ട് അതിന്റെ പ്രോഡക്റ്റ് കിട്ടും. ആ പ്രോഡക്റ്റിന്റെ സ്ട്രക്ചർ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം എന്താണ്? ബെൻസീൻ, അതുപോലെ എന്താണ് ഇത്? ബെൻസീനാണ്, ഒരു ആസിഡ് ക്ലോറൈഡ് ആണിത്. എന്താണ്? ബെൻസീനും ഒരു അസൈൽ ക്ലോറൈഡും ആണ് ഇത്. അപ്പൊ നമുക്ക് മനസ്സിലായി എൻഹൈഡ്രസ് Cl3യുടെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നത്. സോ ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ ആണ്. ഈ അസൈൽ ഗ്രൂപ്പ് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്യുക. ഓക്കെ, എന്താ പ്രോഡക്റ്റ്? C+O C2H5. ഈ അസൈൽ ഗ്രൂപ്പ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഇതിന്റെ പേര് പ്രൊപ്പിയോഫീനോൺ എന്നാണ്. പ്രൊപ്പിയോഫീനോൺ ആണ് നമ്മുടെ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത റിയാക്ഷനിൽ നോക്കൂ, C6H5CH2 twice CD. അപ്പൊ ഇതൊരു ഡൈ ആൽക്കൈൽ കാഡ്മിയം ആസിഡ് ക്ലോറൈഡും ആയിട്ട് റിയാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് കീറ്റോൺസിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിൽ നമ്മൾ പഠിച്ചതാണ്. ഒരു കാഡ്മിയം ക്ലോറൈഡ് എലിമിനേറ്റ് ചെയ്തിട്ട് CH3C+O C6H5CH2 എന്നുള്ള പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്യുക. അപ്പം CH3C+OCl, അതുപോലെ തന്നെ CH3C+OCl 2 മോളിക്യൂൾ എടുത്തു. ഇത് ആഡ് ചെയ്തു. എന്തുമായിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്തത്? C6H5CH2 CH2C6H5, അതുപോലെ തന്നെ CH2C6H5. ഇതിൽ പ്രോഡക്റ്റ് എങ്ങനെയാ ഫോം ചെയ്യുക? ഇതിൽ നിന്ന് ഒരു കാഡ്മിയം ക്ലോറൈഡ്, ഈ CdCl2 എലിമിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ പ്രോഡക്റ്റ് എന്തായിരിക്കും? പ്രോഡക്റ്റ് വിൽ ബി CH3C+O CH2 C6H5. ഓക്കെ, ഇനി അടുത്തതാണ് ആൽക്കൈൻ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് Hg2+ അയോൺ. അപ്പൊ നമുക്ക് നേരത്തെ ഇതേപോലെ എഴുതാം. C+CH അല്ലേ? CH3C+CH. അപ്പൊ ഇവിടെ എന്താ നടക്കുക? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും, എന്നിട്ട് ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഇവിടുത്തെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും, എന്നിട്ട് ഒരു ഭാഗത്തേക്ക് OHഉം അടുത്ത കാർബണിലേക്ക് ഒരു ഹൈഡ്രജനും ആഡ് ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താണ്? ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ ബോണ്ട് ഇങ്ങോട്ട്, അതായത് ടോട്ടോമറിസം നടക്കും. അപ്പൊ എന്താ പ്രോഡക്റ്റ് ഫോം ചെയ്യുക? CH3C+O CH3. ഓക്കെ, CH3C+O, ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് പോയി CH3 ആയി. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ക്രോമൈൽ ക്ലോറൈഡും ആയിട്ടുള്ള റിയാക്ഷൻ ആണ്, ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. അപ്പൊ നമുക്ക് ഈ കോമ്പൗണ്ട് ഒന്ന് ചെരിച്ച് വരയ്ക്കാം. NO2 CH, ഇവിടെ ഓരോ ഹൈഡ്രജൻ ഉണ്ട്. ആ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് OCrCl2OH, അതുപോലെ തന്നെ ഇവിടെ OCrCl2OH എന്ന് ഫോം ചെയ്യും. അടുത്തത് ഇവിടുന്ന് അത് ബ്രേക്ക് ചെയ്ത് പോയിട്ട് ഓക്സിജൻ, ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ അവിടെ ഓക്സിജൻ വരും. എന്താ ഫോം ചെയ്യുക? CHO. ഇവിടുത്തെ NO2 ഒരു ഇതും പറ്റില്ല, NO2 വിൽ ബി റിമൈനിങ് ദർ. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഇതിന്റെ പ്രോഡക്റ്റ് എഴുതാം. അടുത്ത ചോദ്യമാണ്, അറേഞ്ച് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ ഈ താഴെ തന്നിരിക്കുന്ന കോമ്പൗണ്ട്സിനെ ഒക്കെ അറേഞ്ച് ചെയ്യണം. അപ്പൊ നമുക്കറിയാം, നമുക്ക് ബോയിലിംഗ് പോയിന്റിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞപ്പോൾ കമ്പയറബിൾ മോളിക്കുലാർ മാസ് ഉള്ള ആൽക്കെയിൻ, അതുപോലെ തന്നെ ഈഥർ, ആൽക്കഹോള്, ആൽഡിഹൈഡ് ആണുള്ളത്.
അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിന്റ് ഏതിനായിരിക്കും? ആൽക്കേൻസിനാവും. അപ്പൊ അതുകൊണ്ട് പ്രൊപ്പെയിൻ, ഈ പ്രൊപ്പെയിനാണ് ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിന്റ്. ഇനി അത് കഴിഞ്ഞിട്ട് അതായത് ഏറ്റവും കുറവ് ലീസ്റ്റ് ഫസ്റ്റ് പൊസിഷനിൽ ഏറ്റവും കുറവ് വരുന്നത് പ്രൊപ്പെയിൻ ആണ്. ഈ 4 എണ്ണം കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ആൽക്കെയിൻ ആണ്, ഈഥർ ആണ്, ആൽഡിഹൈഡ് ആണ്, ആൽക്കഹോൾ ആണ്. ആൽക്കഹോളിനാണ് ഏറ്റവും ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ്. അപ്പൊ ഏറ്റവും ഹയസ്റ്റ് 4th പൊസിഷനിൽ ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മൾ എഴുതണേ എങ്കിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നത് എന്താണ്? ഈ ആൽക്കഹോൾ ആണ്, എഥനോൾ. ഇനി ഇത് ഈഥർ ആണ്, ഇത് ആൽഡിഹൈഡ് ആണ് അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈഥറും ആൽഡിഹൈഡും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഈഥറിന് കുറവായിരിക്കും, ആൽഡിഹൈഡിനാണ് കൂടുതൽ. അപ്പൊ ഇത് 3rd പൊസിഷനിൽ. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത് ഈഥർ. അപ്പൊ നമ്മൾ അതിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുകയാണെങ്കിൽ ഇതെന്താണ്? ഇത് എത്തനാൽ ആണ്. അതുപോലെ തന്നെ ഇത് മെത്തോക്സി മീഥെയിൻ ആണ്, മെത്തോക്സി മീഥെയിൻ. ഇനി നമ്മൾ എഴുതാം ഏറ്റവും കുറവിൽ നിന്ന് കൂടുതൽ, അതായത് ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മൾ എഴുതുന്നത്. പ്രൊപ്പെയിനാണ് ഏറ്റവും കുറവ്. അത് കഴിഞ്ഞിട്ട് ഏതിനാണ്? മെത്തോക്സി മീഥെയിൻ, പ്രൊപ്പെയിനേക്കാളും കൂടുതൽ മെത്തോക്സി മീഥെയിൻ. അതിനും കൂടുതലാണ് എത്തനാലിന്, അതിനും കൂടുതലാണ് എത്തനാലിന്. അതിനേക്കാൾ കൂടുതലാണ് ഏതില്? എത്തനോളിൽ. അപ്പൊ ഇങ്ങനെ നമുക്ക് അതിന്റെ ബോയിലിംഗ് പോയിന്റിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, അറേഞ്ച് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇൻ ഓർഡർ ഓഫ് ദെയർ റിയാക്ടിവിറ്റി ഇൻ ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ. നമ്മൾ ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻസ് പഠിച്ചപ്പോൾ അതിന്റെ റിയാക്ടിവിറ്റി പറഞ്ഞിരുന്നു. റിയാക്ടിവിറ്റി എങ്ങനെയാണ്? ആൽഡിഹൈഡ്സ് വിൽ ബി മോർ റിയാക്റ്റീവ് ദാൻ കീറ്റോൺസ് ടു ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. അതായത് ആൽഡിഹൈഡ്സ് ആണ് കീറ്റോണിനേക്കാൾ റിയാക്റ്റീവ് ഏതില്? ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷനിൽ. കാരണം കീറ്റോണിൽ നോക്കിക്കഴിഞ്ഞാൽ കീറ്റോൺ എന്ന് പറയുമ്പോൾ R(C)O ആണ്. 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് ഈ ഇൻകമിങ് ന്യൂക്ലിയോഫൈലിന് എന്തുണ്ടാവും? സ്റ്റെറിക് ഹിൻഡ്രൻസ് കൂടുതലായിരിക്കും. അപ്പോൾ കീറ്റോൺ ലെസ് റിയാക്റ്റീവ് ആവും ആൽഡിഹൈഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആൽഡിഹൈഡ്സ് ആണ് മോർ റിയാക്റ്റീവ്. അപ്പൊ നമ്മൾ ഈ കോമ്പൗണ്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എഥനാൽ, പ്രൊപ്പനാൽ, പ്രൊപ്പനോൺ, ബ്യൂട്ടനോൺ. അപ്പോൾ ഇത് രണ്ടും ആൽഡിഹൈഡ്സ് ആണ്. അപ്പൊ ഇതിനായിരിക്കും റിയാക്ടിവിറ്റി കൂടുതൽ. ഇനി ആൽഡിഹൈഡ്സ് തന്നെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എഥനാൽ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ കാർബൺ ആറ്റത്തിന്റെ സൈസ് എഥനാലിനേക്കാളും കൂടുതലാണ് പ്രൊപ്പനാൽ എന്ന് പറയുന്നത്. അതായത് ഈ ആൽക്കൈൽ പാർട്ടിന്റെ ഈ ആൽക്കൈൽ പോർഷന്റെ സൈസ് കൂടുതൽ പ്രൊപ്പനാലിനാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് ഏതായിരിക്കും? എഥനാലാവും ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ്. അത് കഴിഞ്ഞിട്ടാണ് പ്രൊപ്പനാല് വരുന്നത്. കാരണം എഥനാലില് ചെറിയ കമ്പയർഡ് ടു പ്രൊപ്പനാൽ എഥനാലിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പിന്റെ സൈസ് എന്ന് പറയുന്നത് കുറവാണ്. അപ്പൊ ഇവിടെ ആയിരിക്കും സ്റ്റെറിക് ഹിൻഡ്രൻസ് ഏറ്റവും കുറവ്. അത് കഴിഞ്ഞിട്ടാണ് പ്രൊപ്പനാല് വരിക. ഇനി പ്രൊപ്പനോണും ബ്യൂട്ടനോണും പറയുകയാണെങ്കിൽ കീറ്റോൺസിന് ആൽഡിഹൈഡ്സിനേക്കാൾ റിയാക്ടിവിറ്റി കുറവായിരിക്കും. അതിൽ പ്രൊപ്പനോണും ബ്യൂട്ടനോണും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബ്യൂട്ടനോൺ ആവും കുറച്ചും കൂടെ കൂടുതൽ റിയാക്റ്റീവ് കമ്പയർഡ് ടു പ്രൊപ്പനോൺ ആവും കുറച്ചും കൂടെ കൂടുതൽ റിയാക്റ്റീവ് കമ്പയർഡ് ടു ബ്യൂട്ടനോൺ. കാരണം ഇവിടെയും അതേ ഈ ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ സൈസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ അതിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് അതിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് എഥനാല്, അത് കഴിഞ്ഞിട്ട് പ്രൊപ്പനാലില് കുറച്ചും കൂടി കുറവായിരിക്കും റിയാക്ടിവിറ്റി, അതിലും കുറവായിരിക്കും പ്രൊപ്പനോണിന്, അതിലും കുറവായിരിക്കും ബ്യൂട്ടനോണിന്. അപ്പൊ അതിന്റെ സ്റ്റെറിക് ഹിൻഡ്രൻസിനെ ബേസ് ചെയ്തിട്ട്, ആൽക്കൈൽ ഗ്രൂപ്പിന്റെ സൈസിനെ ബേസ് ചെയ്ത്, സ്റ്റെറിക് ഹിൻഡ്രൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അടുത്തത് ബെൻസാൽഡിഹൈഡ്, പാരാടോളാൽഡിഹൈഡ്, പാരാനൈട്രോബെൻസാൽഡിഹൈഡ് ആൻഡ് അസെറ്റോഫീനോൺ. ഈ കോമ്പൗണ്ട്സിന്റെയൊക്കെ ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ അതിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ ഏതാണ് ഫാസ്റ്റർ ആയിട്ട് റിയാക്ട് ചെയ്യുക, ഏതാണ് സ്ലോ എന്നുള്ളത് അതിന്റെ ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിൽ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കറിയാം എല്ലാം ആൽഡിഹൈഡ് ആണ്, ഇത് കീറ്റോൺ ആണ്.
ബാക്കി എല്ലാം ആൽഡിഹൈഡ് ആണ്. ഇതിലെല്ലാം ഈ കാർബണിയൽ ഗ്രൂപ്പിലെ ഒരു വാലൻസി ഹൈഡ്രജൻ വെച്ചിട്ടാണ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് മൂന്നും ആൽഡിഹൈഡ് ആണ്, ഇത് കീറ്റോൺ ആണ്. അപ്പൊ നമുക്കറിയാം കീറ്റോണിന്റെ റിയാക്ടിവിറ്റി ആണ് ഏറ്റവും കുറവ്. അപ്പോൾ റിയാക്ടിവിറ്റിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യണമെങ്കിൽ ഏറ്റവും ലീസ്റ്റ് റിയാക്റ്റീവ് ആയത് ഇതാണ്. ലീസ്റ്റ് റിയാക്റ്റീവ് ആയത് അസറ്റോഫീനോൺ. ഇനി ബെൻസാൽഡിഹൈഡ് ഉണ്ട്, അതുപോലെ തന്നെ പാരാടോളാൽഡിഹൈഡ് ഉണ്ട്, പാരാനൈട്രോ ബെൻസാൽഡിഹൈഡ് ഉണ്ട്. അപ്പം ഇനി നമുക്ക് നോക്കാം ഈ കാർബണിയൽ ഗ്രൂപ്പ്. അപ്പം നമ്മൾ C+OH ഈ ബെൻസാൽഡിഹൈഡിന്റെ സ്ട്രക്ചറാണ് ഇത്. അപ്പം ഇവിടെ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് നടക്കുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ ഈ കാർബണിയൽ കാർബൺ എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രോഫിലിക് ആണ്. ഇവിടുത്തെ പോസിറ്റീവ് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ചിട്ട് ന്യൂക്ലിയോഫിലിക് അഡിഷൻ ഫാസ്റ്റർ റേറ്റിൽ നടക്കും. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ ഒരു CH3 ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിരിക്കണമെങ്കിൽ പാരാടോളാൽഡിഹൈഡ് ആണത്. അപ്പൊ ഈ പാരാടോളാൽഡിഹൈഡും അതുപോലെ തന്നെ പാരാനൈട്രോ ബെൻസാൽഡിഹൈഡും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ പാരാടോളാൽഡിഹൈഡിലെ ഈ CH3 എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അതായത് ഇലക്ട്രോൺ ഡെൻസിറ്റി റിങ്ങിലോട്ട് കൊടുക്കും. അത് ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഈ പോസിറ്റീവ് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കുറവായിരിക്കും. എന്നാൽ പാരാനൈട്രോ ബെൻസാൽഡിഹൈഡിന്റെ കേസിൽ എന്താണ്, ഇവിടെ ഈ ഇലക്ട്രോൺ വിഡ്രോ ചെയ്യുകയാണ് ചെയ്യുക. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഇഫക്റ്റ് ഇവിടെ ഈ കാർബണിലുള്ള പോസിറ്റീവ് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ബെൻസാൽഡിഹൈഡിനെ കമ്പയർ ചെയ്യുമ്പോൾ പാരാനൈട്രോ ബെൻസാൽഡിഹൈഡ് ആണ് കൂടുതൽ റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ. അത് കഴിഞ്ഞിട്ട് ബെൻസാൽഡിഹൈഡ്, അത് കഴിഞ്ഞിട്ടാണ് എന്ത്, പാരാടോളാൽഡിഹൈഡിന്റെ റിയാക്ടിവിറ്റി ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ. അപ്പൊ അടുത്ത ചോദ്യമാണ് predict the products of the following reaction. ഈ റിയാക്ഷൻ നടന്നിട്ട് കുറേ റിയാക്ഷൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ പ്രോഡക്റ്റ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണം. അപ്പം ആദ്യത്തെ റിയാക്ഷനാണ് ഒരു സൈക്ലോപെൻറ്റനോൺ ആണ്. അത് ഹൈഡ്രോക്സിൽ അമീനോ ആയിട്ടാണ് റിയാക്ട് ചെയ്യണത്. നമുക്കറിയാം ഇതുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ എച്ചും ഈ ഓക്സിജനും കൂടിയിട്ട് ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോവും. പിന്നെ ഡയറക്റ്റ് ആയിട്ട് അത് ആഡ് ചെയ്തിട്ട് നമ്മൾ പ്രോഡക്റ്റ് എഴുതും. എങ്ങനെയാണ് പ്രോഡക്റ്റ് എഴുതുക? അപ്പം നമ്മൾ ഡബിൾ ബോണ്ട് N, ഈ ഓക്സിജനും ഈ ഹൈഡ്രജനും പോയി NOH, സൈക്ലോപെൻറ്റനോൺ ഓക്സിം ഫോം ചെയ്തു. ഹൈഡ്രോക്സിൽ അമീനോ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ഓക്സിം ഫോം ചെയ്യും. ഓക്കെ, ഇതുപോലെ ഇത് സൈക്ലോഹെക്സനോൺ ആണ്. ഇതെന്താ കോമ്പൗണ്ട്? 2,4-ഡൈനൈട്രോഫിനൈൽ ഹൈഡ്രസീൻ ആണ്. ഇവിടെ അതെ എങ്ങനെയാ റിയാക്ഷൻ നടക്കുക? ഈ ഹൈഡ്രജനും ഈ ഓക്സിജനും കൂടിയിട്ട് ഇവിടെ വാട്ടർ എലിമിനേറ്റ് ചെയ്യും, ആഡ് ചെയ്തിട്ട് പ്രോഡക്റ്റ് ഫോം ചെയ്യും. അപ്പം നമുക്ക് എഴുതാം ഡബിൾ ബോണ്ട് NH, ഈ ഹൈഡ്രജൻ പോയി NH, പിന്നെ ബാക്കി നമ്മുടെ 2,4-ഡൈനൈട്രോഫിനൈൽ ഹൈഡ്രസീൻ. അപ്പോൾ 2,4-ഡൈനൈട്രോഫിനൈൽ ഹൈഡ്രസീനുമായിട്ടാണ് റിയാക്ട് ചെയ്യണമെങ്കിൽ 2,4-ഡൈനൈട്രോഫിനൈൽ ഹൈഡ്രസോൺ ആണ് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുക. അപ്പോൾ സൈക്ലോഹെക്സനോൺ 2,4-ഡൈനൈട്രോഫിനൈൽ ഹൈഡ്രസോൺ ആണ് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുക. അപ്പോൾ അടുത്ത എക്സാമ്പിൾ ആണ് RCH ഡബിൾ ബോണ്ട് CH CHO. അപ്പം ഇവിടെ എങ്ങനെയാണ് എലിമിനേഷൻ നടക്കുക? ഈ ഓക്സിജനും ഇവിടുത്തെ ഇതൊരു ഹൈഡ്രസീൻ ആണ്, ഹൈഡ്രസീൻ്റെ ഒരു ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ അവിടുന്ന് ഈ ഹൈഡ്രസീനിലത്തെ ഹൈഡ്രജൻ ആണ് ഇവിടുന്ന് എലിമിനേറ്റഡ് ആയി പോവുക, അല്ലേ? അപ്പോൾ ഈ ഹൈഡ്രജനും ഈ ഓക്സിജനും കൂടിയിട്ട് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യും. സിംപ്ലി ആഡ് ചെയ്തിട്ട് പ്രോഡക്റ്റ് എഴുതാം. എങ്ങനെയാണ് പ്രോഡക്റ്റ് എഴുതുക? RCH ഡബിൾ ബോണ്ട് CH. ഇതിനൊരു ഇവിടെ ഒന്നും റിയാക്ഷൻ നടക്കില്ല, കാർബണിൽ മാത്രമേ റിയാക്ഷൻ നടക്കുള്ളൂ. CH ഡബിൾ ബോണ്ട് NH ഡബിൾ ബോണ്ട് NH C ഡബിൾ ബോണ്ട് O NH2. ഓക്കെ, C ഡബിൾ ബോണ്ട് O NH C ഡബിൾ ബോണ്ട് O NH2. ഓക്കെ, ഇനി അടുത്ത കേസിൽ എങ്ങനെയാണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുക? ഇതൊരു കീറ്റോൺ ആണ്, ഇത് ഈഥൈൽ അമീനോ ആയിട്ടാണ് റിയാക്ട് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഓക്സിജനും ഇവിടുത്തെ ഹൈഡ്രജനും കൂടിയിട്ടാണ് വാട്ടർ എലിമിനേറ്റ് ചെയ്യുക. വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ട് പ്രോഡക്റ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുക?
സി ഡബിൾ ബോണ്ട് ഈ CH3 ഇവിടെ തന്നെ ഉണ്ട്, NCH2 CH3 ഇങ്ങനെ പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഓക്കെ, അടുത്ത ചോദ്യമാണ് ഗിവ് ദ IUPAC നെയിംസ് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. ഈ കോമ്പൗണ്ട്സിൻ്റെയൊക്കെ IUPAC നെയിം എഴുതണം. അപ്പോൾ ആദ്യത്തെയാണ് PHCH2 CH2 COOH. അപ്പോൾ നമുക്കറിയാം ഇതിനെ നമുക്ക് CH3 CH2 COOH ആണെങ്കിൽ ഇതിൻ്റെ പേരെന്തായിരിക്കും? ഇത് 1 2 3 3 കാർബൺ വരുന്ന ആസിഡാണ്, പ്രൊപ്പനോയിക് ആസിഡാണ്. ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ടല്ലേ ഈ PH വന്നിരിക്കുന്നത്. ഈ കോമ്പൗണ്ടിൽ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് PH വന്നു. അപ്പോൾ പ്രൊപ്പനോയിക് ആസിഡിൻ്റെ മൂന്നാമത്തെ പൊസിഷനിൽ, അപ്പോൾ ഇവിടുന്ന് 1 2 3, അപ്പോൾ മൂന്നാമത്തെ പൊസിഷനിൽ ഒരു ഫിനൈൽ റിങ് വന്നതല്ലേ ഈ കോമ്പൗണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3-ഫിനൈൽ പ്രൊപ്പനോയിക് ആസിഡ് എന്നെഴുതാം. 3-ഫിനൈൽ പ്രൊപ്പനോയിക് ആസിഡ്. ഓക്കെ, 3-ഫിനൈൽ പ്രൊപ്പനോയിക് ആസിഡ്. അപ്പോൾ ഇനി ഇതിനെ നമുക്കൊന്നും കൂടി, അതായത് CH3 ട്വൈസ് C ഡബിൾ ബോണ്ട് CH COOH. അപ്പം C ഡബിൾ ബോണ്ട് CH COOH CH3 ഇതല്ലേ CH3 ട്വൈസ് C ഡബിൾ ബോണ്ട് CH COH. ഇതിനെ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പേരെഴുതാലോ. 1 2 3 4 4 കാർബൺ വരുന്ന ആൽക്കെയിൻ ആണ് ബ്യൂട്ടെയിൻ. ഇവിടെ ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ബ്യൂട്ടീൻ എന്ന് എഴുതും, ബ്യൂട്ട് എന്ന് എഴുതും. ആസിഡ് ആവുമ്പോൾ അവസാനത്തെ E റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ OIC ആസിഡ് എന്നാണ് എഴുതൽ. ഈ ഈനിൻ്റെ ഇടയിൽ ഞാനൊരു ഗ്യാപ്പ് ഇടാൻ കാരണം ഇവിടെ ഈ ഈൻ, അതായത് ഈ ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ എഴുതണം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ 1 2 ബ്യൂട്ട് എങ്ങനെയപ്പോൾ വരിക? ബ്യൂട്ട് 2 ഈനോയിക് ആസിഡ്. അപ്പോൾ ഇത്രയും ഭാഗമേ വന്നുള്ളൂ. ഇനി രണ്ടാമത്തെ കാർബണിൽ തന്നെ എന്തുണ്ട്? ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അത് രണ്ടാമത്തെ അല്ല, 1 2 മൂന്നാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ പേരെങ്ങനെ എഴുതുക? 3-മീഥൈൽ ബ്യൂട്ട് 2 ഈനോയിക് ആസിഡ്. 1 2 മൂന്നാമത്തെ കാർബണിൽ മീഥൈൽ, 3-മീഥൈൽ ബ്യൂട്ട് 2 ഈനോയിക് ആസിഡ് എന്നാണ് ഇതിൻ്റെ പേര് കൊടുക്കുക. ഇനി ഈ ഒരു കോമ്പൗണ്ട്, അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ സൈക്ലോപെൻറ്റെയിൻ കാർബോക്സിലിക് ആസിഡ് എന്നാണ് എഴുതുക. ഈ ഒരു മീഥൈൽ ഗ്രൂപ്പ് വരുമ്പോൾ രണ്ടാമത്തെ പൊസിഷനിൽ 2-മീഥൈൽ സൈക്ലോപെൻറ്റെയിൻ കാർബോക്സിലിക് ആസിഡ് എന്ന് നെയിം ചെയ്യാം. സൈക്ലോപെൻറ്റെയിൻ കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, ഇനി അടുത്തത് ഇത്. അപ്പം ഇത് മാത്രം, ഈ ഒരു NO2 ഒന്നും ഇല്ലെങ്കിൽ ഇത് ബെൻസോയിക് ആസിഡ് ആണ്. അപ്പോൾ 2 4 6 2 4 6 പൊസിഷനിൽ നൈട്രോ ഗ്രൂപ്പ് വന്നിട്ടുള്ള ബെൻസോയിക് ആസിഡ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 2 4 6 ട്രൈനൈട്രോ ബെൻസോയിക് ആസിഡ് എന്ന് ഇതിന് പേര് കൊടുക്കാം. ട്രൈനൈട്രോ ബെൻസോയിക് ആസിഡ്, 2 4 6 ട്രൈനൈട്രോ ബെൻസോയിക് ആസിഡ്. ഓക്കെ, അടുത്ത ചോദ്യമാണ് ഷോ ഹൗ ഈച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ബെൻസാൽഡിഹൈഡ്. ഓരോ കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, അതിനെ എങ്ങനെ ബെൻസാൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം ആദ്യത്തെയാണ് ഈഥൈൽ ബെൻസീൻ, CH2 CH3 ഈഥൈൽ ബെൻസീൻ. ഇതിനെ നമുക്ക് എങ്ങനെയാണ് കറസ്പോണ്ടിങ് ബെൻസോയിക് ആസിഡ്, അതായത് ഈഥൈൽ ബെൻസീനെ എങ്ങനെ ആസിഡുമായിട്ട് കൺവേർട്ട് ചെയ്യുക? ഇവിടെ KMNO4 ആയിട്ട് റിയാക്ട് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് KOH. KOHൻ്റെ പ്രസൻസിൽ KMNO4 ആയിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ആൽക്കൈൽ ഗ്രൂപ്പൊക്കെ പോയിട്ട് അവിടെ എങ്ങനെയാണ് COOK, ഇതിൻ്റെ സോഡിയം പൊട്ടാസ്യം സോൾട്ട്, ആസിഡിൻ്റെ പൊട്ടാസ്യം സോൾട്ട് ഫോം ചെയ്യും. ഇത് എഗെയിൻ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ H2O/H+ അല്ലെങ്കിൽ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആസിഡ് COOH ഫോം ചെയ്യും. നമ്മൾ പഠിച്ചതായിരുന്നു ഈ ഒരു റിയാക്ഷൻ.
ഇനി രണ്ടാമത്തെ അസറ്റോഫീനോൺ ആണ്. അപ്പൊ അസറ്റോഫീനോൺ എന്ന് പറയുമ്പോൾ എങ്ങനെയാ? C+O CH3, അതായത് മീഥൈൽ കീറ്റോൺസ് ആണ്. നമ്മൾ മീഥൈൽ കീറ്റോൺസിന്റെ ഒരു സ്പെസിഫിക് റിയാക്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. വെൻ ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് അയഡിൻ in presence of sodium hydroxide. When it is treated with iodine in presence of sodium hydroxide. ഈ റിയാക്ഷൻ എന്താ പേര് പറഞ്ഞത്? നമ്മൾ അയഡോഫോം റിയാക്ഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനെ അയഡോഫോം റിയാക്ഷൻ നടത്തി. അയഡോഫോം റിയാക്ഷൻ നടത്തുമ്പോൾ എന്താണ്? ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള COO മൈനസ് K പ്ലസ് അല്ല Na ആണല്ലോ ഇവിടെ, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ COO മൈനസ് Na പ്ലസ് എന്നുള്ള സോഡിയം സോൾട്ട് ഫോം ചെയ്യും. ഇത് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ ബെൻസോയിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യും. COOH ബെൻസോയിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അയഡോഫോം റിയാക്ഷൻ നടത്തിയിട്ട് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ എന്താണ്? ബെൻസോയിക് ആസിഡ് ഫോം ചെയ്യും. ഇനി മൂന്നാമത്തെയാണ് ബ്രോമോബെൻസീൻ. ബ്രോമോബെൻസീൻ, അതിനെ നമുക്ക് ബെൻസോയിക് ആസിഡ് ആക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതിനെ എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് മെഗ്നീഷ്യം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈഥർ. ഡ്രൈ ഈഥറിൻ്റെ പ്രസൻസിൽ മെഗ്നീഷ്യം ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇതെന്താവും? ഫിനൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇത് again it is treated with C+O carbon dioxide in presence of ether. അല്ലെ ഇൻ പ്രസൻസ് ഓഫ് ഐസ്, ഡ്രൈ ഐസിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യിക്കുകയാണെങ്കിൽ എന്താ ഫോം ചെയ്യുക? ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള C+O OMgBr ഫോം ചെയ്യും. എഗെയിൻ ഇത് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ H3O+ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ COOH ഫോം ചെയ്യും. ബൈ പ്രോഡക്റ്റ് ആയിട്ട് MgOH(Br) ഫോം ചെയ്യും. ഓക്കെ, MgOH(Br) ഫോം ചെയ്യും. ഓക്കെ, ഇനി അടുത്തതാണ് ഫിനൈൽ ഈഥീൻ അല്ലെങ്കിൽ സ്റ്റൈറീൻ. സ്റ്റൈറീൻ നമുക്ക് എങ്ങനെ എഴുതാം? CH+CH2. ഇതും അതേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ KMNO4 ആയിട്ട് KOHന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് മൊത്തം എന്താണ്? ആസിഡിക് ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ചെയ്യും. അതിൻ്റെ സൈസ് എന്തോ ആയിക്കോട്ടെ, അത് ആസിഡിക് ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അതായത് COOK കറസ്പോണ്ടിങ് സോഡിയം പൊട്ടാസ്യം ഏത് ആൽക്കലിയാണോ ഉപയോഗിച്ചത് അതിൻ്റെ സോൾട്ട് ഫോം ചെയ്യും. അതിൻ്റെ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ എഗെയിൻ വി ക്യാൻ പ്രൊഡ്യൂസ് കാർബോക്സിലിക് ആസിഡ്, കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് അല്ലെങ്കിൽ ബെൻസോയിക് ആസിഡ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യമാണ് വിച്ച് ആസിഡ് ഓഫ് ഈച്ച് പെയർ ഷോൺ ഹിയർ വുഡ് യു എക്സ്പെക്ട് ടു ബി സ്ട്രോങ്ങർ? ഓരോ പെയർ തന്നിട്ടുണ്ട്, അതിൽ ഏത് ആസിഡാണ് സ്ട്രോങ്ങർ എന്ന് എഴുതുകയാണ് വേണ്ടത്. അപ്പം ആദ്യത്തെ CH3CO2H C+OH, പിന്നെ അതുപോലെ തന്നെ CH2F C+OH. ഓക്കെ, ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ അസിഡിക് സ്ട്രെങ്ത് കൂടുതൽ ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഫ്ലൂറിൻ വരുമ്പോഴായിരിക്കും. കാരണം നമുക്കറിയാം ഫ്ലൂറിൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. +I ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കാണിക്കുന്നു. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഈ ഹൈഡ്രജൻ എങ്ങനെയാണ് ഇവിടുത്തെ ഈ ഹൈഡ്രജൻ ഈസി ആയിട്ട് H+ ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഫ്ലൂറോ അസറ്റിക് ആസിഡാണ് അസറ്റിക് ആസിഡിനേക്കാൾ സ്ട്രോങ്ങർ. രണ്ടാമത്തെ ചോദ്യമാണ് CH2FCOOH, അതായത് COOH ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഫ്ലൂറിൻ വന്നിരിക്കുന്നു. ഓക്കെ, ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഫ്ലൂറിൻ വന്നിരിക്കുന്നു. രണ്ടാമത്തെ എക്സാമ്പിളിലോ രണ്ടാമത്തെ എക്സാമ്പിളിൽ ClHH അതായത് ഒരെണ്ണം ഫ്ലൂറിനാണ്, ഫ്ലൂറോ അസറ്റിക് ആസിഡും ഒരെണ്ണം ക്ലോറോ അസറ്റിക് ആസിഡുമാണ്. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ ഫ്ലൂറിനാണ്. അപ്പോൾ +I ഇഫക്റ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതൽ ഫ്ലൂറിൻ വരുമ്പോഴായിരിക്കും. അപ്പോൾ ഫ്ലൂറിനാണ് മോർ സ്ട്രോങ്ങർ ആയിട്ട് ഇലക്ട്രോണിനെ
ത്രൂ ഔട്ട് ദ ബോണ്ട് അട്രാക്ട് ചെയ്യണതും കൂടുതലായിട്ട് അട്രാക്ട് ചെയ്ത് നിർത്തുന്നതും H+നെ ഈസി ആയിട്ട് കൊടുക്കുന്നത് കമ്പയർ ടു ക്ലോറിൻ. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിളിൽ CH2F CH2COOH. അതായത് ഇവിടെ ഫ്ലൂറിൻ ഈ ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് കാർബണിലാണ് ഫ്ലൂറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ 1, 2, 3 മൂന്നാമത്തെ കാർബണിലാണ് ഫ്ലൂറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഈ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, ഈ ഗ്രൂപ്പിൻ്റെ ചെയിനിൻ്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ മൂന്നാമത്തെ പൊസിഷനിൽ ഫ്ലൂറിൻ അറ്റാച്ച് ചെയ്യുമ്പോൾ അവിടെ കാണുന്ന ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണ് കൂടുതൽ. അതായത് ഇൻഡക്റ്റീവ് ഇഫക്റ്റിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതൽ സ്ട്രോങ്ങർ മൂന്നാമത്തെ പൊസിഷനിൽ ഹാലജൻ വരുമ്പോഴാണ് കമ്പയർഡ് ടു ദിസ് വൺ. അതായത് ഇവിടെ 4ാമത്തെ പൊസിഷനിലാണ് ഹാലജൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്ട്രോങ്ങർ ആയിട്ടുള്ള ആസിഡ്. ഇനി ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയും നമുക്ക് സെയിം റീസൺ പറയാം. ഇവിടെ ഫ്ലൂറിൻ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്ലൂറിൻ്റെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കാരണം അസിഡിറ്റി ഈ ഫ്ലൂറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ബെൻസോയിക് ആസിഡിനാണ് സ്ട്രോങ്ങർ ആവുക കമ്പയർ ടു മീഥൈൽ ഗ്രൂപ്പ്. മീഥൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണ് അവിടെ കാണിക്കുക. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഇൻഡക്റ്റീവ് ഇഫക്റ്റിനെ ബേസ് ചെയ്തിട്ട്, ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട്, ഇൻഡക്റ്റീവ് ഇഫക്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആസിഡ്സിൻ്റെ അസിഡിറ്റിയുടെ ഓർഡർ കമ്പയർ ചെയ്യാം. അതുപോലെ തന്നെ 2 ആസിഡുകൾ തന്നാൽ എങ്ങനെയാണ്, ഏതിനാണ് കൂടുതൽ അസിഡിക്, ഏതാണ് ലീസ്റ്റ് അസിഡിക് എന്നൊക്കെ നമുക്ക് കമ്പയർ ചെയ്തിട്ട് ഈ രീതിയിൽ ആൻസേഴ്സ് എഴുതാൻ സാധിക്കും.